ഹലോ ഗൈസ്, നമുക്ക് ഒരു പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. റോബസ്റ്റ പഴമാണ്. അപ്പം അത് നമുക്ക് മുറിച്ചിടാം. ഒരു 9 ഈത്തപ്പഴം ഞാൻ കുറച്ച് നേരമായി വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ച് എല്ലാം കുരുവെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതാണിത്, കണ്ടില്ലേ? അപ്പോൾ ഇത് ഇതിലേക്ക് മുറിച്ചിടാം. എന്നിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. ഇതിലേക്കിട്ട് എനിക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇടട്ടെ. ഐസ് ക്യൂബ് ഇട്ട് പഞ്ചസാര അധികമൊന്നും ഇടുന്നില്ല, ഇങ്ങനെ മധുരം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ചെറിയ 2 സ്പൂണ് ലൈൻ 1 2 അത്രയേ ഇട്ടുള്ളൂ. മധുരം വേണമെന്നില്ല. എന്നിട്ട് ഇതൊന്ന് അടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലുണ്ട്, ഞാൻ കട്ടയാക്കി വെച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് വെക്കാം. പാലിതാ കട്ടയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അടിച്ചിട്ട് വരും. ഈത്തപ്പഴത്തിന് വെള്ളത്തിലിട്ടിങ്ങനെ പറഞ്ഞില്ല, ആ വെള്ളം കൂടിയാണ് ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി അടിക്കാം. പാല് കട്ടയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നമുക്ക്. ഇപ്പോൾ 2 ഗ്ലാസ് എടുക്കട്ടെ ഞാൻ, എന്നിട്ട് അതിലേക്ക് ഒഴിക്കാം. രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കട്ടെ. പഴത്തിൻ്റെ തോലുകൾ സൂപ്പർ
ജ്യൂസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കണ്ടല്ലോ, അടിപൊളി ജ്യൂസാണ്. കാണുന്നില്ലേ ഗൈസ്? അപ്പോൾ ഞാൻ ഈ ജ്യൂസ് കുടിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങളെ. വാവ്, അടിപൊളി ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂടിന്, ഇന്നലെ മഴ പെയ്ക്കുന്ന ചൂട് കൂടുതലാണ്. സൂപ്പറാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. ഇത് രണ്ടെണ്ണം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വേറെയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.